റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ചില ആളുകൾ, ചില മനുഷ്യർ ഇങ്ങനെ മരിക്കാൻ കിടക്കുന്ന സമയം അവരുടെ ഹൃദയം അപ്പോഴും പിടിക്കുന്നുണ്ടാവും, അവരുടെ കണ്ണപ്പോഴും തുറന്നിട്ടുണ്ടാവും, അവരുടെ ശരീരം മുഴുവൻ അപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ടാകും. പക്ഷേ അള്ളാഹുവിന്റെ വിധി വന്നിട്ടുണ്ടാകും, അള്ളാഹു നിശ്ചയിച്ച അവധി വന്നിട്ടുണ്ടാകും. അവർ ഈ ലോകത്തോട് വിട പറയാൻ പോകുകയാണ്. ആ സമയമായി കഴിഞ്ഞാൽ നിങ്ങൾ ഹോസ്പിറ്റലിലാണെങ്കിലും വീട്ടിലാണെങ്കിലും നിങ്ങളുടെ കട്ടിലിന്റെ ചുറ്റിലും നിന്നുകൊണ്ട് നിങ്ങളുടെ ചുണ്ടുകളിലേക്ക് വെള്ളം നനച്ചു തരുന്ന മക്കളെ നിങ്ങൾക്ക് കാണാൻ കഴിയില്ല. നിങ്ങളുടെ ചുറ്റിലും നിന്ന് നിങ്ങളുടെ ദീർഘായുസിന് വേണ്ടി, നിങ്ങളുടെ രോഗശമനത്തിന് വേണ്ടി, നിങ്ങളുടെ തിരിച്ചുവരവിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന മക്കളെ നിങ്ങൾക്ക് കാണാൻ കഴിയില്ല. ആ സമയത്തുള്ള കാഴ്ച എന്താണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. ജീവിതത്തിന്റെ ബാധ്യതകൾ മുഴുവൻ സുന്ദരമായ രീതിയിൽ അവസാനിപ്പിച്ച് ഈ ലോകത്ത് നിന്ന് വിട പറയുന്ന ഒരു മനുഷ്യന്റെ ആ സമയത്തുള്ള കാഴ്ച എന്താണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, കണ്ണെത്താ ദൂരത്തോളം അള്ളാഹുവിന്റെ റഹ്മത്തിന്റെ മലക്കുകൾ ആ മനുഷ്യന്റെ മുന്നിൽ അങ്ങനെ നിരന്നു നിൽക്കുമെന്നാണ്. ആ മലക്കുകളുടെ കയ്യിൽ എന്താണ് ഉണ്ടാവുക? മഅഹും കഫനും മിൻ അക്ഫാനിൽ ജന്ന വഹനൂതും മിൻ ഹനൂതിൽ ജന്ന. സ്വർഗ്ഗത്തിൽ നിന്നുള്ള കഫൻ പുടവ അവരുടെ കൈകളിൽ ഉണ്ടാകും, സ്വർഗ്ഗത്തിൽ നിന്നുള്ള സുഗന്ധദ്രവ്യങ്ങൾ അവരുടെ കൈകളിൽ ഉണ്ടാവും. ആ മലക്കുകളെയും നോക്കി ഈ മനുഷ്യൻ അങ്ങനെ കിടക്കുമെന്നാണ്. കുറച്ചു നേരം കഴിയുമ്പോ അള്ളാഹു മരണം കൊണ്ടേൽപ്പിച്ച, റൂഹ് കൊണ്ടേൽപ്പിച്ച മലക്കുൽ മൗത്ത് അലൈഹി സ്വലാത്തു വസ്സലാം വരും. എന്നിട്ട് ഈ മനുഷ്യന്റെ അവന്റെ തലയുടെ ഭാഗത്തിരിക്കും. എന്നിട്ട് പറയും, യാ അയ്യതുഹൻ നഫ്സു ത്വയ്യിബ, അല്ലയോ സമാധാനമടഞ്ഞ ആത്മാവേ, അല്ലയോ ശാന്തിയടഞ്ഞ ആത്മാവേ. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഫജ്റിന്റെ അവസാനത്തിൽ ആ ഒരു 3 ആയത്തുകളിൽ നമുക്ക് കാണാൻ കഴിയും. അല്ലാഹു പറയാൻ, യാ അയ്യതുഹൻ നഫ്സുൽ മുത്മഇന്ന ഇർജിഇ ഇലാ റബ്ബിക റാദിയതൻ മർദിയ ഫദ്ഖുലി ഫീ ഇബാദി വദ്ഖുലി ജന്നതി. അല്ലയോ സമാധാനമടഞ്ഞ ആത്മാവേ, അല്ലയോ ശാന്തിയോടെ ഈ ശരീരത്തിനകത്ത് കഴിയുന്ന ആത്മാവേ, ഇർജിഇ ഇലാ റബ്ബിക്, നിന്റെ രക്ഷിതാവിങ്കലേക്ക് മടങ്ങാനുള്ള സമയമാണിത്. റാദിയതൻ മർദിയ, എപ്രകാരം ആ രക്ഷിതാവ് നിന്നെ കുറിച്ച് തൃപ്തിപ്പെട്ടിരിക്കുകയാണ്, ആ രക്ഷിതാവിനെ കുറിച്ച് നീയും തൃപ്തിപ്പെട്ടിരിക്കുകയാണ്. ഫദ്ഖുലി ഫീ ഇബാദി, മുൻകാലത്ത് കഴിഞ്ഞുപോയ എന്റെ സദ്വൃത്തരായ ദാസന്മാർ എവിടേക്കാണോ പോയത് അവിടേക്ക് മടങ്ങാനുള്ള സമയമാണ്. വദ്ഖുലീ ജന്നതി, എന്റെ സുഖാനുഗ്രഹത്തിന്റെ ഭവനമായ സ്വർഗ്ഗത്തിലേക്ക് മടങ്ങാനുള്ള സമയമാണ്. ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹു സുമ്മ ഇസ്തഖാമൂ തതനസ്സലു അലൈഹിമുൽ മലായികതു അല്ലാ തഖാഫൂ വലാ തഹ്സനൂ വഅബ്ശിറൂ ബിൽ ജന്നതി അല്ലതീ കുൻതും തുഅദൂൻ. അല്ലാഹുവാണ് എന്റെ റബ്ബ് എന്ന് പറയുകയും നേരായ മാർഗത്തിൽ ഉറച്ചു നിൽക്കുകയും ചെയ്ത ഒരു വ്യക്തി, അവൻ മരിക്കാൻ കിടക്കുന്ന സമയത്ത് തതനസ്സലു അലൈഹിമുൽ മലായിക, അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ കാരുണ്യത്തിന്റെ മലക്കുകൾ ആ മനുഷ്യന്റെ മുകളിലേക്ക് അങ്ങനെ അവതരിപ്പിക്കുകയാണ്. ആ മലക്കുകൾ പറയുകയാണ്, അല്ലാ തഖാഫൂ വലാ തഹ്സനൂ, നിങ്ങൾ ഭയപ്പെടേണ്ടതില്ല, ദുഃഖിക്കേണ്ടതില്ല. നിങ്ങൾ കാണാത്ത കാഴ്ചകൾ കാണുകയാണ്. മലക്കുകളെ ഇന്നുവരെ കണ്ടിട്ടില്ല, പക്ഷെ ഇപ്പൊ കാണുകയാണ്. അവരുടെ ശബ്ദം ഇന്നുവരെ കേട്ടിട്ടില്ല, പക്ഷെ നിങ്ങൾ ഇപ്പോൾ കേൾക്കുകയാണ്. അല്ലാ തഖാഫൂ, അത് കാരണം നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. വലാ തഹ്സനൂ, നിങ്ങളൊരു യാത്രക്ക് പുറപ്പെടുകയാണ്. സ്വന്തം മക്കളെ വിട്ടുകൊണ്ട്, ഭാര്യയെ വിട്ടുകൊണ്ട്, വീട് വിട്ടുകൊണ്ട്, നാട് വിട്ടുകൊണ്ട്, സമ്പാദിച്ച സമ്പാദ്യങ്ങൾ മുഴുവനും ഉപേക്ഷിച്ചുകൊണ്ട് നിങ്ങൾ ഇതാ യാത്ര തുടങ്ങുകയാണ്. ആ വേർപാടിന്റെ ദുഃഖവും നിങ്ങൾക്ക് വേണ്ടതില്ല. വലാ തഹ്സനൂ, നിങ്ങൾ ദുഃഖിക്കേണ്ടതില്ല. വഅബ്ശിറൂ ബിൽ ജന്നതി അല്ലതീ കുൻതും തുഅദൂൻ, നിങ്ങൾ സന്തോഷിക്കുക, അല്ലാഹു നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്ത ആ സ്വർഗ്ഗത്തിന്റെ പറുദീസ ചിന്തിച്ചുകൊണ്ട് നിങ്ങൾ സന്തോഷിച്ചു കൊള്ളുക. അല്ലാഹുവിന്റെ വാക്കുകളാണ് പ്രിയപ്പെട്ടവരെ. ഈ വാക്കുകൾ കേൾക്കുന്ന സമയത്ത് മലക്കുൽ മൗത്തിന്റെ ഈ വചനങ്ങൾ കേൾക്കുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തരുന്നു, ശരീരത്തിന്റെ അകത്ത് നിന്നുള്ള ആത്മാവതാ, റൂഹദാ പുറത്തേക്ക് വരികയാണ്. നിറയെ വെള്ളമുള്ള ഒരു പാനപാത്രത്തിൽ നിന്ന് എപ്രകാരമാണോ വെള്ളം പുറത്തേക്ക് വരിക, അതുപോലെ സുഗമമായി ആ റൂഹദാ പുറത്തേക്ക് വരികയാണ്. ആ റൂഹ് പുറത്തേക്ക് വരുന്ന സമയം
ആ സ്വർഗത്തിൽ നിന്ന് വന്ന മലക്കുകൾ അവരുടെ കയ്യിലുള്ള കഫൻ പുടവ കൊണ്ട് ആ റൂഹിനെ പൊതിയുകയാണ്. ആ സ്വർഗത്തിൽ നിന്ന് കൊണ്ടുവന്ന സുഗന്ധദ്രവ്യങ്ങൾ കൊണ്ട് ആ കഫൻ പുടവ സുഗന്ധം പൂശുകയാണ് പ്രിയപ്പെട്ടവരെ. എന്നിട്ട് റസൂൽ പറയുന്നു സല്ലല്ലാഹു അലൈഹി മലായികത്തും ബൈനസ്സമാവാതി വൽഅർദ്, ആകാശ ഭൂമികൾക്കിടയിലുള്ള മലക്കുകൾ മുഴുവൻ തെറ്റ് ചെയ്യാത്ത പരിശുദ്ധരായ മലക്കുകൾ ഈ മനുഷ്യന് വേണ്ടി അതാ കാവലിനെ തേടുകയാണ്, പൊറുക്കലിനെ തേടുകയാണ്. എന്നിട്ട് ഈ മലക്കുകൾ ആ മനുഷ്യന്റെ റൂഹും കൊണ്ട് ആകാശത്തേക്ക് പോകുന്ന വഴിയിലുള്ള മലക്കുകൾ മാലാഖമാര് മുഴുവനും ചോദിക്കുകയാണ്, ഏതൊരു മനുഷ്യനാണ്, ആരാണിത്, ഏതൊരു ഭാഗ്യവാനാണിതെന്ന് ചോദിക്കുമ്പോ കൊണ്ടുപോകുന്ന മലക്കുകളെ പറഞ്ഞു കൊടുക്കുകയാണ്, അവൻ ഈ ദുനിയാവിൽ വിളിക്കാൻ ഇഷ്ടപ്പെട്ട ഏറ്റവും നല്ല പേരെന്താണോ, അവൻ ഈ ദുനിയാവിൽ ഏത് വിശേഷണമാണോ ഏറ്റവും ഇഷ്ടപ്പെട്ടത്, ആ പേരതാ മലക്കുകൾക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. എന്നിട്ട് ആകാശത്തേക്ക് പോയി 7ാമത്തെ ആകാശത്തിലെത്തുന്ന സമയം അല്ലാഹു പറയുന്നു, ഉക്തുബു കിതാബ അബ്ദീ ഫിൽ ഇല്ലിയൂൻ, എന്റെ അടിമയുടെ പേര് ഇല്ലിയൂനിൽ രേഖപ്പെടുത്തണമെന്ന് അല്ലാഹു പറയുകയാണ്. അവിടുന്ന് അങ്ങോട്ട് ബർസഖിയായ ജീവിതമാണ്. ആ റൂഹിനെ ഈ ദുനിയാവിലേക്ക് തന്നെ തിരിച്ചു കൊണ്ടുവരികയാണ്. ഖിയാമത്ത് നാൾ വരെ ആ റൂഹും ശരീരവും ഖബറിൽ അങ്ങനെ ജീവിക്കുമെന്നാണ്. അവിടെ രക്ഷയും ശിക്ഷയുമുണ്ട്, സമാധാനവും സങ്കടവും ഉണ്ടെന്ന് റസൂൽ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ആ ഖബർ ജീവിതം അവസാനിക്കുമ്പോ മഹാനായ ഇസ്രാഫീൽ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ 2ാമത്തെ ഊത്ത്, ആ 2ാമത്തെ കാഹളത്തിലൂത്തിൽ എന്താണ് സംഭവിക്കുക? വനുഫിഖ ഫിസ്സൂർ ഫഇദാ ഹും മിനൽ അജ്ദാഥി ഇലാ റബ്ബിഹിം യൻസിലൂൻ. 2ാമത്തെ തവണ സൂര്യലൂതപ്പെടുന്ന സമയം അതാ മനുഷ്യരും മണ്ണായി പോയ സകല ജീവജാലങ്ങളും അതാ ഉയർത്തെഴുന്നേൽച്ചുകൊണ്ട് അവയുടെ രക്ഷിതാവിന്റെ അടുത്തേക്ക് നടന്നു പോകുകയാണ്. ആ ഹശ്റിന്റെ മൈതാനിലേക്ക് ഒരുമിച്ച് കൂടാൻ വേണ്ടിയുള്ള പ്രയാണമാണ്. അവിടെ എല്ലാ ജീവികളും പറവകളും പൂമ്പാറ്റകളും മൃഗങ്ങളും ഇഴജന്തുക്കളും മത്സ്യങ്ങളും എല്ലാം ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുമെന്നാണ്. എന്നിട്ട് ആ മൃഗങ്ങളുടെയും പക്ഷികളുടെയും കണക്ക് മുഴുവൻ തീർത്തുകൊണ്ട് അവർക്ക് പരസ്പരം ചെയ്യാനുള്ള പ്രത്യാക്രമണങ്ങൾ മുഴുവനും തീർത്തുകൊണ്ട് അല്ലാഹുവരോട് പറയും, കൂനു തുറാബ, നിങ്ങൾ മുഴുവൻ മണ്ണായിക്കൊള്ളുക. അവരതാ മണ്ണാവുകയാണ്. എന്നാൽ എന്റെ പ്രിയപ്പെട്ടവരെ, മനുഷ്യന്റെ വിചാരണ തുടങ്ങാൻ പോകുന്നതേയുള്ളൂ, മനുഷ്യന്റെ കാര്യങ്ങൾ തുടങ്ങാൻ പോകുന്നതേയുള്ളൂ. ഒരുപാട് കടമ്പകൾ അവന് കിടക്കാനുണ്ട്. വവുദിഅൽ കിതാബ് ഫതറൽ മുജ്രിമീന മുഷ്ഫിഖീന മിമ്മാ ഫീ വയഖൂലൂന യാ വൈലതനാ മാ ലിഹാദൽ കിതാബ് ലാ യുഗാദിറു സഗീറതൻ വലാ കബീറതൻ ഇല്ലാ അഹ്സാഹാ. അന്നതാ ചില ഗ്രന്ഥങ്ങൾ മനുഷ്യന്മാരുടെ കയ്യിലേക്ക് നൽകപ്പെടുകയാണ്. ആ ഗ്രന്ഥം ഇങ്ങനെ മറിച്ചു നോക്കിയിട്ട് ഓരോ മനുഷ്യനും പറയുന്നു, മാലിഹാദൽ കിതാബ്, എന്തൊരു അത്ഭുതത്തിന്റെ ഗ്രന്ഥമാണിത്, എന്തൊരു വല്ലാത്ത ഗ്രന്ഥമാണിത്. ലാ യുഗാദിറു സഗീറതൻ വലാ കബീറതൻ ഇല്ലാ അഹ്സാഹാ. ചെറുതും വലുതുമായ ഒരു കാര്യങ്ങളും വ്യക്തമായി എണ്ണിയിട്ടല്ലാതെ ഇത് വിട്ടുകളഞ്ഞിട്ടില്ലല്ലോ. പ്രിയപ്പെട്ടവരെ, ആ ഗ്രന്ഥം വലത് കൈയിലേക്ക് നൽകപ്പെട്ട ആളുകൾ അവരുടെ വർത്തമാനം എന്താണ്? വഅമ്മാമൻ ഊതിയ കിതാബഹു ബിയമീനി ഫയഖൂലു ഹാഉം ഖറഊ കിതാബിയ ഇന്നി ظننت അന്നി മുലാഖിൻ ഹിസാബിയ ഫഹുവ ഫീ ഈശത്തിർ റാദിയ ഫീ ജന്നത്തിൻ ആലിയ. വലത്തെ കൈയിലേക്ക് ഗ്രന്ഥം നൽകപ്പെട്ട മനുഷ്യർ, ആ മനുഷ്യർ അവരുടെ ഗ്രന്ഥം ഇങ്ങനെ മറിച്ചു നോക്കിയിട്ട് പറയുന്ന വാക്കെന്താണ്? നെടുവീർപ്പിന്റെ നിശ്വാസമാണ്. അവർ പറയുകയാണ്, എന്റെ ഗ്രന്ഥം ഒന്ന് വായിച്ചു നോക്കണേ. ഇന്നി ظننت അന്നി മുലാഖിൻ ഹിസാബിയ, എന്റെ ഈ ദിവസത്തെ ഞാൻ കണ്ടുമുട്ടേണ്ടി വരുമെന്ന് ഞാൻ വിചാരിച്ചിരുന്നു. എനിക്ക് ആ ചിന്തയുണ്ടായിരുന്നു, എനിക്ക് ആ ബോധമുണ്ടായിരുന്നു. ഫഹുവ ഫീ ഈശത്തിർ റാദിയ, ഉന്നതമായ സ്വർഗ്ഗത്തിലായിരിക്കും അവരുണ്ടാവുക. എന്നാൽ എന്റെ പ്രിയപ്പെട്ടവരെ, ഖദ് ഖസിറല്ലദീന കദ്ദബൂ ബിലിഖാഇല്ലാഹ് ഹത്താ ഇദാ ജാഅത്ഹുമുസ് സാഅതു ബഗ്തതൻ ഖാലൂ യാ ഹസ്റതനാ അലാ മാ ഫറത്നാ ഫീഹാ വഹും യഹ്മിലൂന ഔസാറഹും അലാ ദുഹൂരിഹിം അലാ സാഅ മാ യസിറൂൻ.
എന്നാൽ ആരാണോ അള്ളാഹുവിനെ കണ്ടുമുട്ടുന്നതിനെ കുറിച്ച് നിഷേധിച്ച ആളുകൾ അവരതാ നഷ്ടത്തിലായിരിക്കുകയാണ്. ഖിയാമത്ത് നാൾ വന്നു കഴിഞ്ഞാൽ അവരവരുടെ പാപഭാരങ്ങൾ പിരടിയിൽ പേറിക്കൊണ്ട് മഹ്ശറയിൽ നിൽക്കുന്നതാണ്. അലാ സാഅ മാ യസിറൂൻ. എത്ര മോശമായ ഭാരമാണത്, എത്ര മോശമായ ഭാണ്ഡക്കെട്ടാണത്. പ്രിയപ്പെട്ടവരെ, ഈ വലത് കൈയിലേക്ക് ഗ്രന്ഥം നൽകപ്പെട്ട മനുഷ്യർ അല്ലാഹു പറയുന്നു ഫസൗഫ യുഹാസബു ഹിസാബൻ യസീറാ. എളുപ്പമുള്ളൊരു വിചാരണ നടത്തിക്കൊണ്ട് അവരെ പടച്ചോനതാ വെറുതെ വിടുകയാണ്. അവരതാ സ്വർഗ്ഗത്തിലേക്ക് പോകുകയാണ്. വസീഖല്ലദീന തഖൗ റബ്ബഹും ഇലൽ ജന്നതി സുമറാ ഹത്താ ഇദാ ജാഊഹാ വഫുതിഹത് അബ്വാബുഹാ വഖാല ലഹും ഖസനതുഹാ സലാമുൻ അലൈക്കും തിബ്തും ഫദ്ഖുലൂഹാ ഖാലിദീൻ. കൂട്ടം കൂട്ടമായി ആണും പെണ്ണുമടങ്ങുന്ന വലിയ സ്വർഗവാസികളുടെ കൂട്ടമതാ അള്ളാഹുവിന്റെ റഹ്മത്തിൽ അവരങ്ങനെ സ്വർഗത്തിലേക്ക് പോകുകയാണ്. ആ സ്വർഗത്തിന്റെ വാതിലിന്റെ അടുത്ത് അവരെത്തുന്ന സമയത്ത് 8ഓളം വാതിലുകൾ ആ സ്വർഗത്തിന് കാണപ്പെടുമെന്നാണ്. ഓരോ വാതിലിനും ഓരോ പേരുകളുണ്ട്. ബാബു സ്വലാത്ത് ഉണ്ട്, ബാബു സ്വദഖയുണ്ട്, ബാബുൽ ജിഹാദ് ഉണ്ട്, ബാബു സബർ ഉണ്ട്, ബാബുൽ ഹജ്ജ് ഉണ്ട്. ഇങ്ങനെ 8ഓളം വരുന്ന വിവിധങ്ങളായ നാമങ്ങളിലുള്ള വാതിലുകൾ അവരവിടെ കാണുകയാണ്. ഓരോ വാതിലിൽ നിന്നും ആളുകളുടെ കർമ്മങ്ങൾ അനുസരിച്ച് വിളിക്കപ്പെടുമെന്നാണ്. കൂടുതൽ നമസ്കരിച്ച ആളുകളെ ബാബു സ്വലാത്തിൽ നിന്ന് വിളിക്കപ്പെടും. കൂടുതൽ സ്വദഖ ചെയ്ത ആളുകൾ ബാബു സ്വദഖയിൽ നിന്ന് വിളിക്കപ്പെടും. കൂടുതൽ ക്ഷമയവലംബിച്ച ആളുകൾ ബാബു സബറിൽ നിന്ന് വിളിക്കപ്പെടും. കൂടുതൽ ദഅവത്തിന്റെ മാർഗത്തിൽ പ്രവർത്തിച്ച ആളുകൾ ബാബുൽ ജിഹാദിൽ നിന്ന് വിളിക്കപ്പെടും. ഇങ്ങനെ വ്യത്യസ്തങ്ങളായ വാതിലുകളിൽ നിന്ന് മുഅ്മിനുകളും മുഅ്മിനാത്തുകളും വിളിക്കപ്പെടുകയാണ്. ഈ ഹദീസ് റസൂൽ പറഞ്ഞപ്പോ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നബിയോട് ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ്, ഈ 8 വാതിലുകളിൽ നിന്നും വിളിക്കപ്പെടുന്ന ആരെങ്കിലും ഉണ്ടോ? പ്രവാചകൻ മറുപടി പറയുകയാണ്, അർജു അൻ തകൂന മിൻ. അബൂബക്കറെ, താങ്കൾ അതിൽ പെടുമെന്ന് ഞാൻ ഇതാ പ്രതീക്ഷിക്കുകയാണ്. സ്വർഗ്ഗത്തിന്റെ വാതിലിന്റെ അടുത്തേക്ക് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എത്തുമ്പോ ആ സ്വർഗ്ഗത്തിന്റെ 8 വാതിലുകളിൽ നിന്നും മത്സരിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ മലക്കുകൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ വിളിക്കുമെന്നാണ്. നമ്മുടെ ഇടയിൽ തന്നെയുള്ള ചില ആളുകളെ ആ 8 വാതിലുകളിൽ നിന്നും വിളിക്കപ്പെടുന്നതായി നമുക്ക് കാണാൻ കഴിയും. അതിനുവേണ്ടിയാണ് പ്രിയപ്പെട്ടവരെ പ്രവർത്തിക്കേണ്ടത്. ആ സ്വർഗ്ഗത്തിലേക്ക് അവർ കടക്കുന്ന സമയം അവർക്കുണ്ടാകുന്ന അനുഗ്രഹം, അവർക്കുണ്ടാകുന്ന സന്തോഷം എത്രയാണ്. വഇദാ റഅയ്ത തമ്മ റഅയ്ത നഈമൻ വമുൽകൻ കബീറാ. ആ സ്വർഗ്ഗം താങ്കൾ കണ്ടു കഴിഞ്ഞാൽ പ്രവാചകരെ, കണ്ണ് കാണാത്ത, ചെവി കേൾക്കാത്ത, ഇന്നുവരെ ഒരു കണ്ണും കണ്ടിട്ടില്ലാത്ത, ഇന്നുവരെ ഒരു ചെവിയും കേട്ടിട്ടില്ലാത്ത, ഒരു മനുഷ്യഹൃദയവും വിഭാവന ചെയ്തിട്ടില്ലാത്ത, എണ്ണിയാലൊടുങ്ങാത്ത അനുഗ്രഹങ്ങളും ഒരിക്കലും എണ്ണി തിട്ടപ്പെടുത്താൻ കഴിയാത്ത രാജാധികാരങ്ങളും അവിടെ താങ്കൾക്ക് കാണാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയോട് സൂറത്ത് ദഹറിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാൻ, എപ്പോഴാണ് ഒരു മനുഷ്യൻ വിജയിച്ചു എന്ന് പറയാൻ കഴിയുക? വലത്തേക്കാല് സ്വർഗ്ഗത്തിന്റെ വാതിൽ കടന്ന് എടുത്തു വെക്കുമ്പോൾ മാത്രമേ ഒരു മനുഷ്യൻ വിജയിച്ചു എന്ന് പറയാൻ സാധിക്കുള്ളൂ. ആ സ്വർഗമാണ് നമുക്ക് നേടാനുള്ളത്. ആ സ്വർഗമാണ് നമ്മുടെ പരമമായ ലക്ഷ്യം. പ്രിയപ്പെട്ടവരെ, പടച്ചോൻ പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞ ചില വാക്കുകൾ എത്രമാത്രം അർത്ഥഗാംഭീര്യമുള്ളതാണെന്നറിയോ? പല സ്ഥലങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും, വമൽ ഹയാത്തു ദുനിയ ഇല്ലാ മതാഉൽ ഗുറൂർ, വമൽ ഹയാത്തു ദുനിയ ഇല്ലാ ലഅബു വലഹു എന്നൊക്കെ ഖുർആനിൽ കാണാൻ കഴിയും. എന്താണ് അല്ലാഹു ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? എന്തുകൊണ്ടാണ് പടച്ചോൻ ഈ ദുനിയാവിലെ ജീവിതം വഞ്ചനയാണ് എന്ന് നമ്മോട് പറയുന്നത്? അത് തിരിച്ചറിയണമെങ്കിൽ സ്വർഗ്ഗത്തെക്കുറിച്ച് നമ്മൾ അറിയണം. സ്വർഗ്ഗത്തെക്കുറിച്ച് ഖുർആനിലൂടെയും ഹദീസിലൂടെയും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പിച്ചതിനെ കുറിച്ച് നമുക്ക് അറിയണം. സ്വർഗ്ഗത്തിലേക്ക് കടക്കുന്ന ഒരു മനുഷ്യന്റെ രൂപത്തെക്കുറിച്ച്, ആണിന്റെയും പെണ്ണിന്റെയും രൂപത്തെക്കുറിച്ചും ശരീരപ്രകൃതത്തെക്കുറിച്ചുമെല്ലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഹദീസിൽ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. എന്താണ് പ്രവാചകൻ പറഞ്ഞത്? അവർക്കെല്ലാവർക്കും 60 അടി ഉയരമുണ്ടാകും. എല്ലാവരും 60 അടി ഉയരമുള്ളവരായിരിക്കും. മാത്രമല്ല, അവരുടെ ശരീരത്തിൽ വിയർപ്പുണ്ടാവില്ല, അവര് കാഷ്ടിക്കില്ല, അവര് മൂത്രമൊഴിക്കില്ല, അവരുടെ മൂക്കിൽ നിന്നും വായയിൽ നിന്നും ദുർഗന്ധം വമിക്കുന്ന ദ്രാവകങ്ങൾ പുറത്തേക്ക് വരില്ല. ഈ ലോകത്ത് പടച്ചോൻ നമുക്ക് തന്ന ശരീരത്തെ കുറിച്ച് നമ്മളൊന്ന് ഓർമ്മിച്ചു നോക്ക്. 3 ദിവസം കുളിച്ചിട്ടില്ലെങ്കിൽ ആരാണ് നമ്മുടെ അടുത്തിരിക്കുക? രാവിലെ എണീച്ചിട്ട് പല്ല് തേക്കാനൊന്നും മറന്നുപോയാൽ മൂക്ക് പൊത്താതെ ആർക്കാണ് നമ്മളോട് സംസാരിക്കാൻ കഴിയുക? ഒന്ന് ജലദോഷം പിടിച്ചാൽ നമ്മുടെ അടുത്തിരുന്ന് ഭക്ഷണം കഴിക്കാൻ ആർക്കെങ്കിലും സാധിക്കോ?
ഒന്ന് മുടി ചീകിയിട്ടില്ലെങ്കിൽ നമ്മുടെ കോലെന്താണ്, നമ്മുടെ രൂപം എന്താണ്? 3-4 ദിവസം ഒരു വസ്ത്രം അണിഞ്ഞ് നമ്മൾ നടന്നു കഴിഞ്ഞാൽ നമുക്ക് കാണുമ്പോൾ ആളുകൾ പിച്ചക്കാശ് കയ്യിലേക്ക് വെച്ചു തരും. ഇതാണ് അള്ളാഹു ഈ ലോകത്തെന്ന ശരീരം. പക്ഷേ സ്വർഗത്തിലേക്ക് കടക്കുന്ന മനുഷ്യർ അവരുടെ ശരീരം ഒരിക്കലും വിയർക്കില്ല. അവരുടെ മൂക്കിലൂടെയും വായിലൂടെയും ദുർഗന്ധം വമിക്കുന്ന ദ്രാവകങ്ങൾ വരില്ല. അവർ കാഷ്ടിക്കുകയോ മൂത്രിക്കുകയോ ചെയ്യുകയില്ല. അവർ കഴിക്കുന്ന ഭക്ഷണങ്ങളെല്ലാം കസ്തൂരിയുടെ സുഗന്ധമുള്ള ഏമ്പക്കങ്ങളായി പുറത്തേക്ക് പോകുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ദാലികൽ ഫൗസുൽ കബീർ വഇന്നൽ ആഖിറത ലഹിയൽ ഹയവാൻ. നിശ്ചയം ആഖിറം അതാണ് യഥാർത്ഥ ജീവിതം. അതാണ് യഥാർത്ഥ ജീവിതം. പ്രിയപ്പെട്ടവരെ, അവിടേക്കുള്ള യാത്രയിലാണ് നമ്മളെല്ലാവരും. ആ സ്വർഗം നേടാനുള്ള യാത്രയിൽ, ആ സ്വർഗത്തിലേക്കുള്ള നമ്മുടെ മുന്നോട്ടുള്ള ഗമനത്തിൽ മുന്നിൽ ഒരുപാട് തടസ്സങ്ങളുണ്ട്. ഒരുപാട് തടസ്സങ്ങൾ. പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ, കാലം 2022 ആകുമ്പോഴേക്ക് പിശാച് അവന്റെ വഴി ഒരുപാട് പിന്നിട്ടിരിക്കുന്നു. ഒരുപാട് ചതിക്കുഴികൾ നമ്മുടെ ചുറ്റിലും കുഴിച്ചു വെച്ചിരിക്കുന്നു. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, അള്ളാഹുവിനെ ഓർത്ത് ജീവിതത്തിന്റെ രഹസ്യവും പരസ്യവും ശുദ്ധമാക്കുക. തീർക്കാനുള്ള ബാധ്യതകൾ മുഴുവൻ സുന്ദരമായ രീതിയിൽ തീർക്കുക. ആഖിറത്തിന് പ്രാധാന്യം നൽകിക്കൊണ്ട് ജീവിക്കുക. സ്വർഗത്തിന് ആഗ്രഹിച്ചുകൊണ്ട് ജീവിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. സ്വർഗം മുന്നിൽ കണ്ടുകൊണ്ട് ആ ലക്ഷ്യം പൂർത്തീകരിക്കാനുള്ള പ്രയാണത്തിൽ മുന്നിൽ നിൽക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മെ അതിന് ഉൾപ്പെടുത്തുമാറാകട്ടെ. അല്ലാഹുവുമായി ഏറ്റവും നല്ല ആത്മബന്ധം സ്ഥാപിക്കുന്ന നല്ല അടിയാത്തികളുടെ കൂട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളേവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. വാഖിറു